ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതേ ഇന്നലെ നമ്മുടെ ന്യൂസ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് കേരളത്തിലെ കായിക മേഖലയെയും സ്പോർട്സ് കൗൺസിലിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ കേരള സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷന് മുൻ ഫുട്ബോൾ താരവുമായി യു ഷറഫ് അലി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം അഞ്ജു ബോബി ജോർജിന്റെ ഇന്നലത്തെ വാക്കുകൾ ഒന്ന് കേൾക്കാം. നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. പക്ഷേ മെസ്സിയെ കൊണ്ടുവരാൻ നമ്മുടെ കയ്യിൽ എങ്ങനെ പൈസ വന്നു നമ്മൾ ചിന്തിക്കണം. ആ ഒരു വഴി തന്നെ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ സ്പോർട്സിനെ ഡെവലപ്പ് ചെയ്യാൻ എടുത്തുകൂടാ? മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവന്ന ആൾക്കാരെ കാണിച്ചാൽ കേരളത്തിൽ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യും എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അത് ശരിക്കും തെറ്റാണ്. പാവപ്പെട്ട കേരളത്തിലെ അത്ലീറ്റ്സിനും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ എന്തുമാത്രം നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ശ്രീ യു ഷറഫ് അലി, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ സ്പോർട്സ് കൗൺസിലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് ഇന്നലെ ഉന്നയിച്ചത്. സ്പോർട്സ് കൗൺസിൽ പ്രവർത്തനരഹിതമാണെന്ന രീതിയിൽ പോലും ഈ 2 മിനിറ്റ് നീളുന്ന ഒരു പ്രതികരണമായിരുന്നു അത്. കുറച്ച് ഭാഗം മാത്രമേ ഇപ്പോൾ ഞാൻ അത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രവർത്തനരഹിതമാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അതിൽ എന്താണ് അങ്ങയുടെ മറുപടി ഇതിന്? ആദ്യം തന്നെ കേരള ഏറെ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. അവർ കേരളത്തിനും രാജ്യത്തിനും തന്നുള്ള സേവനങ്ങളെ ബഹുമാനപൂർവ്വം ഓർത്തുകൊണ്ട് പറയട്ടെ. ഒരു കായിക താരം എന്നുള്ള നിലക്ക് കേരളത്തിൻ്റെ യഥാർത്ഥ കായിക പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വിവരക്കേട് വിളമ്പരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം നോക്കുക, മെസ്സിയെ കൊണ്ടുവരാൻ 100 കോടി ചെലവഴിക്കുന്ന സർക്കാരിന് കായിക രംഗത്തേക്ക് അത് ചെലവഴിച്ചൂടെ എന്നാണ്. ഇവിടെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും ചർച്ച ചെയ്തതാണ്, മെസ്സിയെ കൊണ്ടുവരുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ 1 രൂപ പോലും ചെലവഴിക്കുന്നില്ല, പകരം സ്പോൺസർഷിപ്പിലൂടെയാണ് അതിന് പണം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വിവരക്കേട് അവിടെ തന്നെ അവസാനിപ്പിക്കുക. 2, ഇത്തവണത്തെ കേരളത്തിൻ്റെ ബജറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, 35 കോടിയിൽ നിന്ന് 45 കോടിയാക്കി ബജറ്റ് വിഹിതം ഉയർത്തിയിട്ടുണ്ട് സ്പോർട്സ് കൗൺസിലുണ്ട്. അതുകൂടാതെ കായിക വകുപ്പിൻ്റെ ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കായിക വകുപ്പിന് 130 കോടിയായിട്ടും ഉയർത്തിയിട്ടുണ്ട്. ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൻ്റെ കായിക മേഖലയ്ക്കുള്ള വിഹിതം കൂട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് മുമ്പോട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 8-10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ കായിക രംഗത്തെ അടിസ്ഥാന വികസനത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അഞ്ജു ബോബി ജോർജ് മുൻപ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായി ഇരുന്നിട്ടുള്ള ഒരാളാണ്. അന്ന് 2-3 സിന്തറ്റിക് ട്രാക്ക് ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 20ഓളം സിന്തറ്റിക് ട്രാക്കുകൾ അത്ലറ്റിക്സിന് പരിശീലിക്കാൻ വേണ്ടിയിട്ട് വയനാട്, ഇടുക്കി ജില്ലകളിൽ പോലും സിന്തറ്റിക് ട്രാക്ക് അത്ലറ്റിക്സിന് പരിശീലിക്കാൻ ലഭ്യമാണ്. കൂടാതെ നിരവധി ഇൻഡോർ സ്റ്റേഡിയങ്ങൾ, ഫുട്ബോൾ മൈതാനങ്ങൾ, ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് 1 വർഷം കൊണ്ടോ 1 മാസം കൊണ്ടോ ഒന്നും ലഭിക്കുന്നതല്ല, ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഗുണങ്ങളാണ്. പരിശീലന പദ്ധതിയിലൂടെ 3-4 വർഷത്തെ പരിശീലനം കൊണ്ടാണ് അതിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കുക. അടുത്ത ഭാവിയിൽ അല്ലെങ്കിൽ വരുന്ന കാലഘട്ടങ്ങളിൽ ഇതിലൂടെ പരിശീലനം നടത്തി വന്നിട്ടുള്ള അത്ലറ്റ്സിന് അല്ലെങ്കിൽ കായിക താരങ്ങൾക്ക് മികച്ച പ്രകടനം നടത്തി പരിശീലനം നടത്തി അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി കേരളത്തിൻ്റെ നിലവിലുള്ള ഒരു കായിക രംഗത്തെ നേട്ടങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ, ഒരു പക്ഷേ അഞ്ജു ബോബി ജോർജ് അത്ലറ്റ്സിനെ കുറിച്ച് മാത്രമായിരിക്കും പറയുന്നത്, എനിക്കറിയില്ല. കായിക രംഗത്തെ മൊത്തം പറയുന്നുണ്ടോ എനിക്കറിയില്ല. ഫുട്ബോള് ഉൾപ്പെടെയുള്ള, വോളിബോൾ ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിൽ കേരളം ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ചാമ്പ്യന്മാരാണ്. നാഷണൽ ഗെയിംസോ സന്തോഷ് ട്രോഫിയോ ഒക്കെ എടുത്തു നോക്കിയാൽ മികച്ച ടീമാണ് കേരളത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വോളിബോൾ എടുത്തു നോക്കൂ, വുമൺ, മെൻ ഒന്നുകിൽ ചാമ്പ്യന്മാർ അല്ലെങ്കിൽ 2ാം സ്ഥാനം. ഈവൻ ബാസ്കറ്റ് ബോൾ എടുത്തു നോക്കൂ, നെറ്റ്ബോൾ എടുത്തു നോക്കൂ. ഇങ്ങനെ മികച്ച കായിക ഇനങ്ങളിലൊക്കെ തന്നെ കേരളം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അത്ലറ്റ്സിൻ്റെ കാര്യം അടുത്ത റിസൾട്ട് എടുത്ത് നോക്കൂ, സ്കൂൾ അത്ലറ്റിക് മീറ്റുകളിൽ എന്താണ് കേരളത്തിൻ്റെ സ്ഥിതി? സബ് ജൂനിയറിലും ജൂനിയറിലും സീനിയറിലും ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള ടീം സ്കൂൾ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി എന്നുള്ളൊരു നേട്ടമല്ലേ. യു ഷറഫ് അലി, അങ്ങ് പറയുന്ന പോലെ ഈ കേരളത്തിലെ കായിക രംഗം അല്ലെങ്കിൽ സ്പോർട്സ് രംഗം ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും എന്തുകൊണ്ടാവും കേരളത്തിലെ സ്പോർട്സ് കൗൺസിൽ പ്രവർത്തനരഹിതമാണെന്ന് അഞ്ജു ബോബി ജോർജ് പറയുന്ന ആ ആരോപണം, അത് എന്തുകൊണ്ടായിരിക്കും ഈ സ്പോർട്സ് കൗൺസിലിനെ ലക്ഷ്യമിടാനുള്ള കാരണം? അതാണല്ലോ ഞാൻ പറഞ്ഞത്.
അവര് കേരളത്തിന്റെ കായിക രംഗത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ വിവരക്കേട് വിളിച്ചു പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ അവര് എവിടെയാണ് നിൽക്കുന്നത്? ബാംഗ്ലൂരിലാണ്. അവരുടെ അക്കാഡമി എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. കേരളത്തിനോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ അക്കാഡമി കേരളത്തിലല്ല നടത്തുന്നുണ്ട്. ഇവിടെ പി ടി ഉഷ അക്കാഡമി നടത്തുന്നുണ്ട്, മേഴ്സിക്കുട്ടൻ അക്കാഡമി നടത്തുന്നുണ്ട് അത്ലറ്റിക്സിൽ. ഇനി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ അക്കാഡമികൾ നടത്തുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നൂറുകണക്കിന് കായിക താരങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഇവരൊക്കെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇത് കൂടാതെ 2500-ലധികം കായിക താരം, ഏകദേശം 3000-ഓളം കായിക താരങ്ങൾ കേരള സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ വിവിധ കായിക ഇനങ്ങളിൽ താമസവും വിദ്യാഭ്യാസവും നൽകി പരിശീലനം നടത്തി വരുന്നുണ്ട്. ഇതൊക്കെ അഞ്ജു ബോബി ജോർജിന് നന്നായിട്ട് അറിയാം. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനത്തെ ഏതെങ്കിലും ഒരു കായിക ഇനത്തിന്റെ ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പിന്റെ റിസൾട്ട് കൊണ്ട് മാത്രം വിലയിരുത്തേണ്ടതല്ല. ഇത് മനസ്സിലാക്കണം ആദ്യം. അവർ കുറച്ചു കാലം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്നതാണല്ലോ. അന്നത്തെ ആരോപണങ്ങളിലേക്കൊന്നും എന്നെ വലിച്ചെടുക്കണ്ട. അദ്ദേഹം അവരുടെ സഹോദരന് അനധികൃതമായി ജോലി കൊടുത്തു എന്ന ആരോപണം നേരിട്ട ആളാണ്. സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇതൊരു വ്യക്തിപരമായ ആരോപണത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, യഥാർത്ഥത്തിൽ കായിക രംഗത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധിയാണ് അവർ നിർദ്ദേശിക്കേണ്ടത്. സ്പോർട്സ് കൗൺസിലിനോടൊപ്പം കേരളത്തിന്റെ കായിക മേഖലയോടൊപ്പം നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കൂട്ടായ ശ്രമം നടത്താൻ അവർ മുന്നോട്ട് വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഷറഫ് അലി, ഇപ്പം മെസ്സി വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കായിക മന്ത്രിക്കോ സർക്കാരിനോ ഒരു നിശ്ചയവും ഇല്ല. സ്പോർട്സ് കൗൺസിലുമായി ഇക്കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. മെസ്സിയെ കൊണ്ടുവരുന്ന പണം കായിക മേഖലയ്ക്ക് ചെലവഴിക്കണം എന്നൊക്കെയാണ് അഞ്ജു ബോബി ജോർജിന്റെ വാദം. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ വിവരക്കേട് എന്ന് പറയുന്നത് അതാണ്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും മാസങ്ങളോളം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് മെസ്സിയെ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നുണ്ടോ ഇല്ലേ, സ്പോൺസറാണ് ചെലവഴിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ഇപ്പോഴും അവർക്കറിയില്ല മെസ്സിയെ കൊണ്ടുവരാൻ സർക്കാരാണോ ചെലവഴിക്കുന്നതെന്ന്. അതാണ് വിവരക്കേട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. മെസ്സി വരുമോ വരാതിരിക്കുക, വന്നാലുള്ള നേട്ടങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. വന്നാൽ നേട്ടം തന്നെയാണ്. സർക്കാരിന് ഒരു രൂപ ചെലവില്ലാതെ മെസ്സി കേരളത്തിൽ വന്ന് കളിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ ഗുണം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കാണ്, കായിക പ്രേമികൾക്കാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇനി കായിക വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അടിസ്ഥാന വികസന രംഗത്തുണ്ടായ മാറ്റങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ കായിക വകുപ്പിന് മാത്രമായിട്ടൊരു മന്ത്രി വന്നു എന്നുള്ളതാണ്. ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിൽ നടക്കും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 1, 2, 3 സിന്തറ്റിക് ട്രാക്ക് ഉണ്ടായിരുന്ന കേരളത്തിൽ വയനാട്, ഇടുക്കി പോലെയുള്ള ജില്ലകളിലടക്കം 20-ലധികം സിന്തറ്റിക് ട്രാക്കുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇത് വികസനമല്ലേ? പിന്നെ എന്താണ്? ഇനി നാഷണൽ ഗെയിംസിൽ നിങ്ങൾ ആലോചിച്ചു, ചരിത്രത്തിൽ ആദ്യമായിട്ട് നാഷണൽ ഗെയിംസിൽ കേരള ടീമിനെ കൊണ്ടുപോയത് ഫ്ലൈറ്റിലാണ്. എന്തുകൊണ്ടാണ്? 3 ദിവസം യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവരുടെ പെർഫോമൻസിനെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് സർക്കാരും സ്പോർട്സ് കൗൺസിലും പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് എല്ലാ ടീമംഗങ്ങളെയും ഫ്ലൈറ്റിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ ഓരോ ഗെയിമിന്റെയും അത്ലറ്റ്സിന്റെയും അടിസ്ഥാന പരിശീലനങ്ങൾ നടത്തേണ്ടത് സർക്കാരോ സ്പോർട്സ് കൗൺസിലോ അല്ല, അതാത് അസോസിയേഷനുകളാണ്. അതോത് അസോസിയേഷനുകൾ ചെയ്യേണ്ട പണികൾ ചെയ്യാതെ സ്പോർട്സ് കൗൺസിലിനെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ കേരളത്തിന്റെ കായിക രംഗത്തെ ഇന്നത്തെ റിസൾട്ട് നോക്കിയാൽ ഒട്ടും മോശമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പോരായ്മകൾ ഉണ്ടായേക്കാം. ആ പോരായ്മകൾ കായിക രംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, അഞ്ജു ബോബി ജോർജിനെ പോലെ പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും സ്പോർട്സ് കോഴ്സിനോടൊപ്പം കായിക വകുപ്പിനോടൊപ്പം നിന്നുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമമാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും രാഷ്ട്രീയമായ മുതലെടുപ്പിനോ മറ്റു രീതിയിലുള്ള മുതലെടുപ്പിനോ വേണ്ടിയിട്ട് കൗൺസിലിനെയും കായിക വകുപ്പിനെയും മന്ത്രിയെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ശ്രീ ഷറഫ് അലി, ആ വിഷയത്തിൽ അങ്ങയുടെ നിലപാട് വ്യക്തമാണ്. ഇപ്പൊ അങ്ങ് അതിഥിയായി വന്നതുകൊണ്ട് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ചോദിച്ചു പോവുകയാണ്. ശ്രീ ഷറഫ് അലി, ഇപ്പം കായിക മേഖലയിലുള്ളവർക്ക് ജോലി നൽകുന്നത് എപ്പോഴും വലിയ പരാതിക്ക് ഇടയാക്കുന്ന കാര്യമാണ്. ഇപ്പം അനസ് എടത്തൊടിക, റിനോ ആന്റോ തുടങ്ങിയ താരങ്ങളുടെ പരാതിക്ക് കൃത്യമായ ഒരു മറുപടി ഇപ്പോഴെങ്കിലും സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടോ? ഇപ്പോഴല്ല, എല്ലാ സമയത്തും സ്പോർട്സ് കൗൺസിൽ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കോട്ടയിൽ ജോലി നൽകുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അത് കായിക രംഗത്തുള്ള വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതി, അത് സ്പോർട്സ് കൗൺസിൽ മാത്രമല്ല, കായിക രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതി ഉണ്ടാക്കിയ ഒരു മാനദണ്ഡമാണ്. അത് സർക്കാർ അംഗീകരിച്ചതാണ്.
അത് ഈ സർക്കാർ അംഗീകരിച്ചല്ല, മുൻകാലങ്ങളിലെ സർക്കാരുകൾ അംഗീകരിച്ചതാണ്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് അപേക്ഷകൾ സ്വീകരിക്കുകയും ആ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾക്കും എല്ലാ വർഷവും ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാനദണ്ഡങ്ങളിൽ പരിഷ്കരിക്കണം എന്ന് കായിക മേഖലയുടെ വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഈ സമിതി ചേരുകയും സ്പോർട്സ് കൗൺസിൽ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ ഉദാഹരണമായി സൂചിപ്പിക്കാം. വേൾഡ് കപ്പ് കളിക്കുക, ഒളിമ്പിക്സ് പങ്കെടുക്കുക, ഇതായിരുന്നു അതിലൊരു മാനദണ്ഡം. ഞങ്ങളത് മാറ്റി. കേരളത്തിലെ ഫുട്ബോൾ ടീമോ മറ്റു ടീമുകളോ ചിലപ്പോൾ വേൾഡ് കപ്പ് കളിക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് ക്വാളിഫയിങ് മത്സരത്തിൽ കളിക്കുന്നവർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടും. ഒളിമ്പിക്സിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയില്ല. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവർക്കായിരുന്നു ആനുകൂല്യം. ഞങ്ങൾ അതിൽ മാറ്റം വരുത്തി, പ്രീ ഒളിമ്പിക്സും കൂടെ ഉൾപ്പെടുത്തി. അതുകൊണ്ട് കൂടുതൽ കായിക താരങ്ങൾക്ക് അവസരം ലഭിക്കും. അതുപോലെ തന്നെ സാഫ് ഗെയിംസ് അതിലുണ്ടായിരുന്നില്ല, സാഫ് ഗെയിംസ് ഞങ്ങൾ ഉൾപ്പെടുത്തി. അങ്ങനെ കേരളത്തിൽ നിന്ന് വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ജോലി സാധ്യത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം ആ സമിതി വരുത്തിയിട്ട് സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ആ രംഗത്തുള്ള കുട്ടികൾക്ക് കായിക താരങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും എന്നുള്ളത് യാതൊരു സംശയമാണ്. തീർച്ചയായും ശ്രീ ഷറഫലി അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അപ്പോഴും ഈ അനസെടുത്തുകയും റിനോ ആൻഡ്രോയ്ക്ക് രാജ്യം കണ്ട തന്നെ മികച്ച കളിക്കാരുടെ പട്ടികയിൽ വരുന്നതാണ്. ഇപ്പം PR ശ്രീജേഷ് ഒളിമ്പ്യനായി വന്ന സമയത്ത് മാനദണ്ഡങ്ങളൊക്കെ മറികടന്നാണല്ലോ അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചതും ജോലി കൊടുത്തതും ഒക്കെ. ഇപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവം തന്നെ അങ്ങ് നോക്കൂ. ഈ വർഷം നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം എല്ലാ കുട്ടികളും വന്ന് പങ്കെടുത്ത് നേരിട്ട് പങ്കെടുക്കണമെന്നാണ്. പക്ഷേ ഒരു കുട്ടിക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, അതിന് വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മാനദണ്ഡം മാറ്റി കുട്ടിക്ക് ഓൺലൈനായി പങ്കെടുക്കാൻ അവസരം കൊടുത്തു. അത് കേരള സമൂഹം അംഗീകരിക്കുകയും കൈയ്യടിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്മുടെ നാടിന് വേണ്ടി കളിച്ച അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ അഭിമാനമൊക്കെ ഉയർത്തിയ ഈ താരങ്ങൾക്ക് വേണ്ടി ചില മാനദണ്ഡങ്ങളൊക്കെ മാറ്റേണ്ടി വന്നാൽ അത് മാറ്റണ്ടേ? അത് സ്പോർട്സ് കൗൺസിലിന്റെ കൂടെ ഒരു ഉത്തരവാദിത്തമല്ലേ ശ്രീ ഷറഫലി? നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. അത് തന്നെ ഞാനും പറഞ്ഞത്. മാറ്റണം, മാനദണ്ഡങ്ങൾ മാറ്റണം. അത് മാറ്റി എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ഈ മാറ്റിയ മാനദണ്ഡങ്ങൾക്ക് 5 വർഷമോ 10 വർഷമോ മുൻകാല പ്രാബല്യം കൊടുക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. മാറ്റേണ്ടതാണ്, ഒരു സംശയവുമില്ല. അനസായാലും റിനോ ആന്റണി ആയാലും കേരളം കണ്ട ഏറ്റവും മികച്ച ദേശീയ ഫുട്ബോൾ താരങ്ങളാണ്, ഇന്റർനാഷണൽ ഫുട്ബോൾ താരങ്ങളാണ്. അവർക്ക് ജോലിക്ക് അർഹതയുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. ജോലിക്ക് അപേക്ഷ നൽകേണ്ടത് അത്യാവശ്യമാണ്. കളിക്കുന്ന കാലത്ത് അപേക്ഷ നൽകിയില്ല എന്നുള്ളൊരു പോരായ്മ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. കളിക്കുന്ന കാലത്ത്, കളിയിൽ സജീവമായി നിൽക്കുന്ന കാലത്ത് ജോലിക്ക് ശ്രമിച്ചില്ല എന്നുള്ളൊരു പോരായ്മ അവരുടെ ഭാഗത്തുണ്ട്. അതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. തീർച്ചയായിട്ടും കളി നിർത്തിയിട്ടുള്ള കായിക താരങ്ങൾക്ക് ജോലി ലഭിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ ജോലിക്ക് ലഭിക്കുന്ന കായിക രംഗത്ത് ജോലി ലഭിക്കുന്ന മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച കറക്റ്റാണ്. മാനദണ്ഡങ്ങൾ മാറ്റണം, അത് മാറ്റി. പക്ഷെ മാറ്റിയതിന് മുൻകാല പ്രാബല്യം കൊടുക്കുക എന്ന് പറയുന്ന ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഓക്കെ, ശ്രീ ഷറഫലി ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കും. ഇപ്പം കേരളത്തിൽ പറഞ്ഞ പോലെ എല്ലാ ജില്ലകളിലും മികച്ച സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു എന്നതാണ് സർക്കാരിന്റെ വാദം. പക്ഷേ ഈ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു സ്റ്റേഡിയം പോലും നമുക്ക് എടുത്തു പറയാനില്ല. അപ്പം എവിടേക്കാണ് ഈ പണമെല്ലാം പോയി വീഴുന്നത്? സ്പോർട്സ് കൗൺസിൽ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ, ചർച്ച ചെയ്യുന്നില്ലേ ശ്രീ ഷറഫലി? അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം ഇല്ല എന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയമാണ് തിരുവനന്തപുരത്തുള്ളത്, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. കൊച്ചിയിൽ കലൂർ സ്റ്റേഡിയം, അതൊക്കെ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം തന്നെയാണ്. ഇപ്പോൾ മെസ്സി വരും എന്ന് പറയുമ്പോഴും മത്സരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 സ്ഥലങ്ങളാണ്. അത് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ ജില്ലയിലും അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം നിർമ്മിക്കുക എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക വരുന്ന കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് എന്നിട്ട് പോലും മലബാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 50 ഏക്കർ സ്ഥലം കണ്ടെത്തി ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ ബഹുമാന്യനായ കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അത് സിൻഡിക്കേറ്റിന് അപേക്ഷ നൽകി ഭൂമി വിട്ട് നൽകുന്ന മുറക്ക് അതിന്റെ തറക്കല്ലിട കർമ്മം ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്തായി, തിരുവനന്തപുരത്തും കൊച്ചിയിലും മലബാർ കാലിക്കറ്റിലും അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയങ്ങൾ ആയി. അത് മതി. ഇനിയുള്ള മറ്റു സ്റ്റേഡിയങ്ങൾ, ഇപ്പോൾ മലപ്പുറത്ത് തന്നെ ISL നടക്കാൻ പോവുകയാണ് കോഴിക്കോട്, മലപ്പുറത്ത് SLK നടന്നു. ഇങ്ങനെ ഇനി കണ്ണൂർ നടക്കുന്നു, തൃശ്ശൂർ നടക്കുന്നു. അത്യാവശ്യം പരിശീലനത്തിലുള്ള സ്റ്റേഡിയങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇനി മഹാരാജാസ് കോളേജിന്റെ സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് റിനുവേഷൻ നടത്തി തുറന്നു കൊടുത്തു. അവിടെ സ്പോർട്സ് മീറ്റുകൾ നടക്കുന്നുണ്ട്.
ഇനി കേരളത്തിന്റെ പല ജില്ലകളിലും ഇത്തരം സൗകര്യം, സർക്കാരിന്റെ ജോലി, കായിക വകുപ്പിന്റെ ജോലി എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതിന്റെ മുഖ്യമായ പങ്ക്. അവിടെ പരിശീലനം നടത്താനും പരിശീലനത്തിന് ആളുകളെ എത്തിക്കുന്നതും അതിന്റെ ചുമതല സ്പോർട്സ് കൗൺസിൽ വഹിക്കുന്നുണ്ട്. അതാ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, 2500-ലധികം കായിക താരങ്ങൾക്ക് താമസവും ഭക്ഷണവും പഠനവും നൽകി പരിശീലനം നൽകുന്നുണ്ട് സ്പോർട്സ് കൗൺസിൽ. അത് ചെറിയ കാര്യമല്ല. ഇനി സ്കൂൾ സ്പോർട്സ് മീറ്റ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ തലത്തിൽ ചാമ്പ്യന്മാരായ കേരള ടീമിന്റെ 80% കായിക താരങ്ങളും കായിക വകുപ്പിന്റെ സൗകര്യങ്ങളും സഹായങ്ങളും പറ്റുന്ന ആളുകളാണ്. ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ഇതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത്? ശരി, നിലപാട് വ്യക്തമാണ് ശ്രീ ഷറഫലി. അപ്പം ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്തത്. എനിക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.